ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേഷൻ ആണ്. ബിഗ് ബോസിനകത്ത് ഇപ്പോൾ റിയാസും ലക്ഷ്മിയും തമ്മിൽ ചെറിയൊരു വഴക്ക് കിടന്നിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും റിയാസ് ലക്ഷ്മിനോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു ജനറൽ മാനേജർ അല്ലേ, നിങ്ങളൊരു GM അല്ലേ, ഞാനൊരു ഗസ്റ്റ് അല്ലേ, അപ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ട ചുമതല നിങ്ങൾക്കല്ലേ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കൊരു 2 മിനിറ്റ്സ് വേണം, ഞാനിപ്പോൾ വരാന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹോട്ടൽ ടാസ്ക് ആണല്ലോ, അപ്പോൾ GM ആണല്ലോ ഗസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത്. അപ്പോൾ റിയാസിന് അധികം മൈൻഡ് ചെയ്യാത്ത രീതിക്കാണ് ലക്ഷ്മി പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ ചൊല്ലി തുടങ്ങിയ ഫൈറ്റ് ആണ്. അവസാനം റിയാസിനെയും ചോദിക്കുന്നുണ്ട്, ആദില എന്ന് പറയുന്ന വിഷയത്തിൽ ഇങ്ങനെ ഒരു ആരോപണം എന്തുകൊണ്ടാണ് കൊണ്ടുവന്നതെന്നുള്ള രീതിക്ക് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണ് നോർമലൈസ് ചെയ്യാൻ പറ്റാത്തത്, അതിന്റെ റീസൺ പറയുന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് ഇവരുടെ സെക്ഷുവാലിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അവരെ എനിക്ക് പേഴ്സണലി ഒരു വിരോധമില്ല, പക്ഷെ എനിക്ക് ഈ ഒരു കാര്യം എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് എന്റെ കുട്ടികൾ കാണുന്ന ഷോ ആണ്, പല തലമുറയിലുള്ള പല ജനറേഷനിലുള്ള ആൾക്കാർ കാണുന്നതാണ്. സോ എനിക്കിത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. ആരൊക്കെ എന്ന് പറഞ്ഞാലും അതിപ്പോൾ റിയാസ് എന്നല്ല വേറെ ആരും എന്ന് പറഞ്ഞാലും ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മാറില്ല എന്നുള്ള രീതിക്ക് ലക്ഷ്മി അവിടെ നിൽക്കുന്നുണ്ട്. സംഭവം ഇവര് പറഞ്ഞു തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹോട്ടൽ ടാസ്ക് ആണ്. ഇപ്പൊ റിയാസ് ഈ ഒരു വിഷയം അവിടെ പോയി ചർച്ച ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പൊ തിരിച്ചെന്തെങ്കിലും പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ അവരുടെ നിലപാട് മാറ്റം നിങ്ങൾ മാറി ചിന്തിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതൊക്കെ ശരിക്കും മണ്ടത്തരാണ്. റിയാസിന്റെ ഈ ഒരു പ്രകടനം കഴിഞ്ഞതും ഇനിയിപ്പോ എന്തായാലും ലക്ഷ്മിക്ക് കുറച്ചും കൂടെ ഫാൻസ് കൂടുന്നാണ് തോന്നുന്നത്.